നമ്മളിവിടെ BSc കെമിസ്ട്രി ഡിഗ്രി ലെവൽ കേരള PSCയുടെ എക്സാംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള MCQസും അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് മുതൽ നമ്മൾ ആ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത് MCQs ആണ്. കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ടോപ്പിക്സിൻ്റെ MCQs മൊഡ്യൂൾ 2 ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിലബസിലെ മൊഡ്യൂൾ 2 ആയ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ MCQs ആണ് ഇന്ന് നമ്മൾ ഇവിടെ അനാലിസ് ചെയ്യാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു വെർനേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയണം. പ്രൈമറി വാലൻസ് ഈസ് ഡയറക്ഷണൽ, സെക്കൻഡറി വാലൻസ് ഈസ് നോൺ ഡയറക്ഷണൽ, secondary valency corresponds to coordination number, coordination compounds do not obey Werner's theory. നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസേഴ്സ് കറക്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. ഇതിൻ്റെ ഓപ്ഷൻ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സെക്കൻഡറി വാലൻസി കറസ്പോണ്ട്സ് ടു കോർഡിനേഷൻ നമ്പറാണ്. ആക്ച്വലി പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് നോൺ ഡയറക്ഷണലാണ്, സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ഡയറക്ഷണലാണ്. കോർഡിനേഷൻ നമ്പേഴ്സ് വെർനേഴ്സ് തിയറി ഒബേ ചെയ്യുന്നുണ്ട്. സോ മറ്റു 3 സ്റ്റേറ്റ്മെൻറ്റ്സും റോങ് ആയിട്ടുള്ളതാണ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി വാലൻസി കറസ്പോണ്ട് ടു കോർഡിനേഷൻ നമ്പറാണ്. ഈ പോർഷൻസ് എല്ലാം ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ പോർഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ പോർഷൻസ് വരുന്ന ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓപ്ഷൻ സി, സെക്കൻഡറി വാലൻസി കറസ്പോണ്ട് ടു കോർഡിനേഷൻ നമ്പർ. വെർനേഴ്സ് തിയറി ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസി നോൺ ഡയറക്ഷനാണ്, അയോണിക്കായിട്ട് അയണൈസബിൾ ആണ്. അത് ഓക്സിഡേഷൻ സ്റ്റേറ്റിന് കറസ്പോണ്ടാണ്. നമ്മുടെ ഇവിടെ കോർഡിനേഷൻ നമ്പറിന് കറസ്പോണ്ട്സ് ആണ് സെക്കൻഡറി വാലൻസി. അതുപോലെ തന്നെ ഡയറക്ഷനിലാണ് ജോമെട്രി പ്രൊവൈഡ് ചെയ്യുന്നു സെക്കൻഡറി വാലൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കൊബാൾട്ട് NH3 4 times Cl2Cl ഈ കോമ്പൗണ്ടിൻ്റെ കറക്റ്റ് നെയിമിങ് പ്രിഡിക്റ്റ് ചെയ്യുക IUPAC നോമൻക്ലേച്ചർ വെച്ച്. ഓപ്ഷൻസ് എ, ടെട്രാ അമീൻ ഡൈക്ലോറോ കൊബാൾട്ട് 3 ക്ലോറൈഡ്, ഡൈക്ലോറോ ടെട്രാ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്, ഹെക്സാ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്, ടെട്രാ അമീൻ ക്ലോറോ ഡൈ കൊബാൾട്ട് 3 ക്ലോറൈഡ്. കറക്റ്റ് ഓപ്ഷൻ എ, ടെട്രാ അമീൻ ഡൈക്ലോറോ കൊബാൾട്ട് 3 ക്ലോറൈഡാണ്. നമുക്കറിയാം ലിഗാൻസിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലാണ് വരുന്നത്. അപ്പം അമീനാണ് ആദ്യം വരുന്നത്, ക്ലോറോ ആണ് സെക്കൻഡ് വരുന്നത്. പിന്നെ റോമൻ ന്യൂമറിക്കൽസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈ, ട്രൈ, ടെട്രാ, ഹെക്സ എന്നുള്ള രീതിയിൽ അമീനെ നമുക്ക് പ്രിഫിക്സ് ചെയ്യാൻ പറ്റും എത്ര എണ്ണം ഉണ്ടെന്നനുസരിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് ഈസ് ഒബ്സർവ്ഡ് ഇൻ PTNH3 twice Cl2? ഇതിൽ ഏത് ഐസോമേഴ്സുമായിരിക്കും ഒബ്സർവ് ചെയ്തിരിക്കുന്നത്? അയണൈസേഷൻ ഐസോമേഴ്സുമാണോ, ജിയോമെട്രിക്കൽ ഐസോമേഴ്സുമാണോ, ലിങ്കേജ് ഐസോമേഴ്സുമാണോ, ഒപ്റ്റിക്കൽ ഐസോമേഴ്സുമാണോ? നമുക്കറിയാം ഇവിടെ അയണൈസേഷൻ ഐസോമേഴ്സ് ആണെങ്കിൽ 2 മോളിക്യൂൾ തരണമായിരുന്നു. അതുപോലെ തന്നെ അയണൈസബിൾ ആയിട്ടുള്ള അയോൺസിനൊന്നും ഇവിടെ നമ്മൾ കാണുന്നില്ല. നെക്സ്റ്റ്, ജോമെട്രിക്കൽ ഐസോമേഴ്സും സിസ് ട്രാൻസ്ഫോമിൽ നമുക്ക് ഇത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ജോമെട്രിക്കൽ ഐസോമറിസമാണ് ആൻസർ. ലിങ്കേജ് ഐസോമറിസമല്ല, ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസമില്ല, ഇനോഷിയമസ് പെയർ നമുക്ക് തന്നിട്ടില്ല, കൈറാൽ പ്രോപ്പർട്ടി കാണിച്ചിട്ടില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, ജോമെട്രിക്കൽ ഐസോമറിസം സിസ് ട്രാൻസ്ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? പ്ലാറ്റിനം സെൻട്രൽ കൊടുത്തിട്ട് ക്ലോറിനും NH3യും സിസ്റ്റം ട്രാൻസ്പോസിഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കോമ്പൗണ്ട്സിൽ, ഈ മോളിക്യൂൾസിൽ, ഈ കോംപ്ലക്സസിൽ ഏതാണ് കീലേറ്റിംഗ് എഫക്റ്റ് കാണിക്കുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നമുക്കറിയാം കീലേറ്റിംഗ് എഫക്റ്റ് കാണിക്കുന്നത് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ഉള്ളവരാണ് അല്ലേ? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, സി ആൻഡ് ഡി ഈ 3 പേരിലും പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ഇല്ല. അവരെല്ലാം മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് മാത്രമേ കീലേറ്റിംഗ് എഫക്റ്റ് കാണിക്കത്തുള്ളൂ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇഥൈലിൻ ഡയമീൻ, EN എന്ന് പറയുന്നത് ഇഥൈലിൻ ഡയമീനാണ്. ഇഥൈലിൻ ഡയമീൻ കൊബാൾട്ട് 3 ആണ് നമ്മുടെ ഈ കോംപ്ലക്സ്. അത് കിലേറ്റിംഗ് റിംഗ് ഫോം ചെയ്യും ബിക്കോസ് ഓഫ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഓക്കെ, അപ്പം
ഗേറ്റിംഗ് എഫക്റ്റ് വരുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും നമുക്കറിയാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കോംപ്ലക്സസ് ഡസ് ദ വാലൻസ് ബോണ്ട് തിയറി പ്രെഡിക്റ്റ് ദ യൂസ് ഓഫ് ഇന്നർ ഡി ഓർബിറ്റൽസ്? ഓപ്ഷൻ എ ഹൈ സ്പിൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സസ്, ഓപ്ഷൻ ബി ലോ സ്പിൻ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സസ്, ഓപ്ഷൻ സി ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ആൻസർ ഓപ്ഷൻ ബി ലോ സ്പിൻ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സസ് ആണ്. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സസ് അല്ല N-1d ഓർബിറ്റൽസിനെ യൂസ് ചെയ്യുന്നത്. അതും സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ്. ലോ സ്പിൻ കോംപ്ലക്സസ് കോൺഫിഗറേഷൻസ് ആണ് വരുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലാവും. നമ്മളതിൽ പറഞ്ഞായിരുന്നു 3D 4s 4p D2sp3 ഫോം വരുന്നത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സസ് ആണ്. അതാണ് ഈ N-1d ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് ഈ സ്ട്രോങ്ങർ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്? ഇതിൽ ഏത് കണ്ടീഷനാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടത്തുന്നത്? നമുക്കറിയാം CFTയിൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ആണല്ലോ ഹാപ്പനിങ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ വീക്ക് ഫീൽഡ് ലിഗാൻസ്, ഓപ്ഷൻ ബി സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ്, ഓപ്ഷൻ സി ലാർജ് മെറ്റൽ അയോൺസ്, ഓപ്ഷൻ ഡി ലോ ചാർജ് ഓൺ മെറ്റൽ അയോൺസ്. ആൻസർ ഓപ്ഷൻ ബി സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ്. CN-, CO കാർബണൈലൊക്കെ പോലെയുള്ള ഗ്രേറ്റർ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഹാപ്പനിങ് ചെയ്യുന്ന സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ് ലോ സ്പിൻ കോൺഫിഗറേഷൻസ് തരുന്നത്. Next question, a d5 ion in a strong field octahedral complex will have one unpaired electron, have 5 unpaired electrons, be high spin, have 0 CFC. CFC എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ആൻസർ ഹാവ് ഓൺലി 1 unpaired electron. അതെങ്ങനെയാണ്? സ്ട്രോങ് ഫീൽഡ് ആകുമ്പം സ്പ്ലിറ്റിങ് വളരെ വലുതായിരിക്കും. സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ഭയങ്കര വൈഡ് ആയിട്ടായിരിക്കും. അപ്പം പെയറിങ് നടക്കുന്ന അല്ലെങ്കിൽ പെയറിങ് എനർജി ആയിരിക്കും കുറവ്. അങ്ങനെ വരുമ്പോഴത്തേക്കും T2g ലോവർ എനർജി ലെവലിൽ ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ പെയറിങ് നടക്കും. അങ്ങനെ പെയറിങ് നടക്കുമ്പോൾ മൊത്തം 5 ഇലക്ട്രോൺസ് ആണെങ്കിൽ 4 പേര് 2 പേര് വെച്ച് 2 പെയർസ് ആക്കുമ്പോൾ ബാക്കി എത്രയാണ് വരുന്നത്? ഒരാളല്ലേ, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോൺ ടെല്ലർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു എക്സിബിറ്റ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ? ഇതിലാരായിരിക്കും? CuH2O6 2+ ആണോ? FeH2O6 3+ ആണോ? ZnH2O6 2+ ആണോ? NH2O6 2+ ആണോ? ഞാൻ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷന് ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കുറച്ച് കോൺഫിഗറേഷൻസ് ഉണ്ട്, നമ്മളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന്. നമ്മൾ ക്ലാസ് ഓപ്ഷൻ എ CuH2O6 2+ ആണ്. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു D4 D9 സിസ്റ്റം ഒക്കെയാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻസ് കാണിക്കുന്നത്. മെയിനായിട്ട് സ്ക്വയർ പ്ലാനർ ജോമെട്രി കാണിക്കുന്ന D8 സിസ്റ്റം ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. അത് നോട്ട് ചെയ്യണമെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പം ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻസ് മെയിനായിട്ട് D9 സിസ്റ്റം ഒക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ D9 സിസ്റ്റം വന്ന ആരാണ്? Cu2+ H2O6 CuH2O6 2+ ആണ് ആക്ച്വലി D9 സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് EG ഓർബിറ്റൽസിലാണ് വന്നിരിക്കുന്നത്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG ഓർബിറ്റൽസ്. അപ്പോൾ അത് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ അത് ഏതാണെന്ന് അതനുസരിച്ച് വരും. അങ്ങനെ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷനാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് D9 സിസ്റ്റമാണ് ഇവിടെ വന്നത്. D4ഉം D9ഉം ആണ് മെയിനായിട്ട് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻസ് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഓപ്ഷൻസിൽ നമ്മൾ നോക്കണം ഏത് ഇങ്ങനെ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ പ്ലാനർ ജോമെട്രി ഒക്കെ വരുമെന്ന് പറയുമ്പം അതിൽ D9 സിസ്റ്റം D4 സിസ്റ്റം ആ സിസ്റ്റം വരുന്ന ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഇതിലേതിലാണ് D4 അല്ലെങ്കിൽ D9 സിസ്റ്റം വന്നിരിക്കുന്ന സ്ക്വയർ പ്ലാനർ ജോമെട്രി അല്ലെങ്കിൽ D8 സിസ്റ്റം ഇതിലേതിലെങ്കിലും വന്നിട്ടുണ്ടോ അന്ന് നോക്കി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ജനറലി ഹാവ് സ്മോളർ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ദാൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്? നമ്മൾ ΔT ΔO ഇന്നലെ പറഞ്ഞാൽ ΔT = 4/9 ΔO എന്ന് നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തിരുന്നു. അപ്പം അത് വെച്ചിട്ട് ടെട്രാഹെഡ്രൽ ജോമെട്രിയുടെ സ്പ്ലിറ്റിംഗ് എന്തുകൊണ്ടാണ് കുറവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ ടെട്രാഹെഡ്രൽ ജോമെട്രി അലൗസ് ഫോർ സ്ട്രോങ്ങർ ligand interactions, tetrahedral complexes involve fewer ligands, metal ligand bonds are shorter in tetrahedral geometry, d orbitals interact more in tetrahedral geometry. ആൻസർ ഓപ്ഷൻ ബി ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ഇൻവോൾവ് ഫ്യൂവർ ലിഗാൻസ്. നമുക്കറിയാം ടെട്രാഹെഡ്രൽ ജോമെട്രിയുടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 4. ഒക്ടാഹെഡ്രൽ ഫീൽഡ് ജോമെട്രിയുടെയോ 6. ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ 6 ലിഗാൻസ് ഇൻവോൾവ് ആകുമ്പം ഇവിടെ ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിൽ 4 ലിഗാൻസ് മാക്സിമം ഇൻവോൾവ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്യൂവർ ലിഗാൻസിൻ്റെ ഇൻട്രാക്ഷൻസ് മൂലമാണ് ഡി ഓർബിറ്റൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ചെറുതായിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം ΔT = 4/9 ΔO അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
Next question. Which of the following factors favors square planar geometry? Okay. Option A, presence of strong field ligands. Option B, weak field ligands. Option C, D10 electronic configuration. Option D, large metal ions. ഓപ്ഷൻ എ, പ്രസൻസ് ഓഫ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ്. നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് സ്ക്വയർ പ്ലാനർ ജോമെട്രി സ്റ്റേബിലൈസ് ചെയ്യും. D8 സിസ്റ്റം PT2+, Ni2+, ഈ ഫോമിലെ D8 സിസ്റ്റംസ് ആണ് മെയിനായിട്ട് സ്ക്വയർ പ്ലാനർ ജോമെട്രി തരുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ MCQ ഡിസ്കഷൻസ് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ്സസ് വളരെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.